എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ പത്രങ്ങളോ വാർത്താ ചാനലുകളോ കാര്യമായി ചർച്ച ചെയ്യാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ്. ജൂലൈ 23, 2026 ഡൽഹിയിൽ നീറ്റ് സമരം കത്തി നിൽക്കുന്ന സമയം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമരം ചെയ്യുന്ന ജെൻസി വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. അതിൽ അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകി കുറ്റക്കാർക്കെതിരെ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ വരും എന്ന്. ആ വീഡിയോയിൽ വൈറലായി മുന്നോട്ട് കുതിക്കുമ്പോഴാണ് ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും മുതലാളിയായ മെറ്റ ആ വീഡിയോ അങ്ങ് മുക്കിയത്. ഇന്ത്യക്കാർ വീഡിയോ കാണാൻ ശ്രമിച്ചപ്പോൾ നിയമപരമായ അഭ്യർത്ഥനയെ തുടർന്ന് തടഞ്ഞിരിക്കുന്നു എന്ന മെസ്സേജാണ് വന്നത്. സംഭവം വിവാദമായതോടെ മെറ്റയുടെ വക്താക്കൾ ഇറങ്ങി വന്ന് പറയുന്നു, അയ്യോ, അതൊരു സാങ്കേതിക തകരാറായിരുന്നു, ഒരു ടെക്നിക്കൽ ഗ്ലിച്ച്, മാപ്പാക്കണമെന്ന്. എന്താ അല്ലേ? ലോകം മുഴുവൻ സെർവറുള്ള കോടികളുടെ കമ്പനിയായ ഫേസ്ബുക്കിന് ഇന്ത്യൻ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ മാത്രം പെട്ടെന്നൊരു സാങ്കേതിക തകരാറ്. മെറ്റയുടെ കൊച്ചു മുതലാളി മാർക്ക് സക്കർബർഗ് തിന്നുന്ന പോലെ മണ്ണല്ലല്ലോ നമ്മൾ ഇന്ത്യക്കാർ തിന്നുന്നത്. ഇതൊരു ടെക്നിക്കൽ പ്രശ്നമല്ല ഭായി, ഇതൊരു കൃത്യമായ അജണ്ടയാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. ബംഗ്ലാദേശിലും നേപ്പാളിലും നടന്നതുപോലെ ഇന്ത്യയിലും ജെൻസി പിള്ളേരെ വെച്ച് ഒരു വമ്പൻ പ്രക്ഷോഭം ഉണ്ടാക്കി ഭരണകൂടത്തെ അട്ടിമറിക്കാമെന്ന് പല വിദേശ മാധ്യമങ്ങളും വിദേശ ശക്തികളും സ്വപ്നം കണ്ടിരുന്ന സമയമാണ് ജൂലൈ മാസം. ആ സമയത്താണ് വിദ്യാർത്ഥികളെ ശാന്തരാക്കുന്ന ഒരു പോസിറ്റീവ് വീഡിയോയുമായി പ്രധാനമന്ത്രി വന്നത്. ആ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിയാൽ ഇവരുടെ പ്ലാൻ മുഴുവൻ പൊളിയും. അതുകൊണ്ട് അവരുടെ കൺട്രോളിലുള്ള അൽഗോരിതം വെച്ച് അവരത് നൈസായിട്ട് അങ്ങ് തടഞ്ഞു. അതായത് കോക്രോച്ച് പാർട്ടിക്കും അവരുടെ സമരങ്ങൾക്കും വലിയ റീച്ച് കൊടുത്ത അൽഗോരിതം മോദിയുടെ വീഡിയോയ്ക്ക് ഷാഡോ ബാൻ കൊടുത്തു. ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും ഒക്കെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് ട്വിറ്റർ വാങ്ങിയതും ട്രൂത്ത് സോഷ്യൽ തുടങ്ങിയതും. കാരണം ഇവർക്കൊക്കെ നന്നായി അറിയാം, ഈ മെറ്റ പോലുള്ള കമ്പനികളുടെ കയ്യിലിരുന്നാൽ തങ്ങളുടെ നറേറ്റീവ് ജനങ്ങളിലെത്തില്ല എന്ന്. ഇനി ഇതൊക്കെ ഞാൻ ചുമ്മാ എൻ്റെ ഭാവനയിൽ നിന്ന് പറയുകയാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ല, ഞാൻ പുറത്തു വന്ന കൃത്യമായ ഡേറ്റ വെച്ച് പറയാം. 2024 ഓഗസ്റ്റ് 26 മെറ്റയുടെ സിഇഒ മാർക്ക് സക്കർബർഗ് അമേരിക്കൻ ഹൗസ് ജുഡീഷ്യറി കമ്മിറ്റി ചെയർമാൻ ജിം ജോർഡന് സ്വന്തം കൈപ്പടയിൽ ഒരു കത്തെഴുതി. അതിൽ അയാൾ എന്താണ് സമ്മതിച്ചത് എന്നറിയാമോ? അമേരിക്കയിലെ ബൈഡൻ ഹാരിസ് ഭരണകൂടം കോവിഡ് സമയത്ത് ജനങ്ങളുടെ പോസ്റ്റുകൾ സെൻസർ ചെയ്യാൻ മെറ്റയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി എന്ന് അയാൾ ആ കത്തിൽ ഏറ്റുപറഞ്ഞു. അതായത് തങ്ങൾക്കിഷ്ടമില്ലാത്ത കണ്ടന്റുകൾ, എന്തിന് സാധാരണക്കാരുടെ തമാശകളും ട്രോളുകളും വരെ ഡിലീറ്റ് ചെയ്യാൻ വൈറ്റ് ഹൗസ് നിർബന്ധിച്ചു എന്നാണ് സക്കർബർഗ് സമ്മതിച്ചത്. ഗവൺമെന്റിന്റെ ഈ സമ്മർദ്ദത്തിനെതിരെ അന്ന് ശബ്ദമുയർത്താത്തതിൽ താൻ ഖേദിക്കുന്നു എന്ന് സക്കർബർഗ് ആ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ വായ മൂടിക്കെട്ടാൻ കൂട്ടുനിന്ന ഇതേ മെറ്റ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലും കളി തുടങ്ങിയിരിക്കുന്നത്. അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിന് വഴങ്ങിക്കൊടുത്ത ഒരു പ്ലാറ്റ്ഫോം ഇന്ത്യയിലെത്തുമ്പോൾ നിഷ്പക്ഷമായി നിൽക്കും എന്ന് വിശ്വസിക്കാൻ നമ്മൾ പൊട്ടന്മാരല്ല. ഇവന്മാരുടെ അൽഗരിതം ഒരായുധമാണ്. പക്ഷേ ഇത് അമേരിക്കയല്ല, ഇന്ത്യയാണ്. മെറ്റയുടെ തലവന്മാരെ നമ്മുടെ IT മന്ത്രാലയം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. മാപ്പപേക്ഷ കൊണ്ട് മാത്രം ഈ പ്രശ്നം തീരില്ല. സക്കർബർഗിന്റെ കമ്പനിക്ക് ഇന്ത്യ മുൻപും 8ന്റെ പണി കൊടുത്തിട്ടുള്ളതാണ്. ഞാനൊരു ഡേറ്റ കൂടി ഓർമ്മിപ്പിക്കാം. 2024 നവംബർ 18 മെറ്റയ്ക്ക് അടിച്ച ഫൈൻ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? 213.14 കോടി രൂപ. അതെന്തിനായിരുന്നു? 2021 വാട്സപ്പ് കൊണ്ടുവന്ന പ്രൈവസി പോളിസിയുടെ പേരിലായിരുന്നു ആ ഫൈൻ. ഞങ്ങളുടെ പുതിയ നിയമം അംഗീകരിച്ചില്ല എങ്കിൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യും എന്നൊരു അഹങ്കാരം അന്ന് വാട്സപ്പ് കാണിച്ചിരുന്നു. ഉപഭോക്താക്കളുടെ ഡേറ്റ നിർബന്ധമായും മെറ്റയുടെ മറ്റ് പ്ലാറ്റ്ഫോമുകളുമായി ഷെയർ ചെയ്യുമെന്ന ആ ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ് അഹങ്കാരത്തിനാണ് അന്ന് ഇന്ത്യയുടെ കോമ്പറ്റീഷൻ കമ്മീഷൻ 213 കോടി രൂപ പിഴയിട്ടത്. സ്വന്തം പ്ലാറ്റ്ഫോമുകളുടെ ആധിപത്യം ദുരുപയോഗം ചെയ്ത് എന്ന് കണ്ടെത്തിയായിരുന്നു ഈ കനത്ത പിഴ. ഡാറ്റയുടെ കാര്യത്തിൽ അത്രയും വലിയ പണി വാങ്ങിയ മെറ്റയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വീഡിയോയിൽ നേരിട്ട് കൈവച്ചിരിക്കുന്നത്. സക്കർബർഗിനെ മോദി സർക്കാർ ഇതിലും വലിയ പണി കൊടുക്കാനുള്ള സകല സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ നാട്ടിലെ വിദ്യാർത്ഥികളോടും ജെൻസി പിള്ളേരോടും എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ ഫോണിൽ കാണുന്ന വീഡിയോകൾ നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കുന്നതല്ല. ഒരു ദിവസം നിങ്ങൾ ഒരു പ്രക്ഷോഭത്തിൻ്റെ വീഡിയോ കണ്ടാൽ പിറ്റേ ദിവസം മുതൽ നിങ്ങളുടെ ഫീഡിൽ മുഴുവൻ വരിക നിങ്ങളെ ഇളക്കി വിടാൻ കൃത്യമായി കോഡ് ചെയ്ത വീഡിയോകളായിരിക്കും.
നിങ്ങളുടെ ചോരത്തിളപ്പ് മനസ്സിലാക്കി നിങ്ങളെ ആക്രമണത്തിലേക്ക് തിരിച്ചുവിടാൻ പണിത അൽഗോരിതങ്ങളാണ് അതൊക്കെ. ഇന്ത്യയെ തളർത്താൻ താല്പര്യമുള്ള വിദേശ ശക്തികൾ ഈ ബിസിനസ് അൽഗോരിതങ്ങളെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. അതിൽ വീണു പോകാതിരിക്കാനുള്ള വിവേകം നിങ്ങൾക്കാണ് ഉണ്ടാകേണ്ടത്. ചരിത്ര പുസ്തകങ്ങളിൽ നിങ്ങൾ മാത്രമല്ല, ചുറ്റും നടക്കുന്ന ഈ സൈബർ കളികളിലും നിന്നും നിങ്ങൾ പഠിക്കണം. ഇതൊന്നും ഞാൻ ചുമ്മാ പറയുന്നതല്ല, പുറത്തു വന്ന ഡേറ്റയും ചരിത്രവും വെച്ച് പറയുന്നതാണ്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പ്രധാനമന്ത്രിയുടെ വീഡിയോ ഫേസ്ബുക്ക് മുക്കിയത് വെറും സാങ്കേതിക തകരാറാണോ അതോ കൃത്യമായ അജണ്ടയാണോ? യാതൊരു ഫിൽറ്ററുമില്ലാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നന്ദി.